It's Sunday and this is my third long video. ഇന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ തിരുവില്ലാമലയ്ക്കും അവിടെയുള്ള ശ്രീരാമക്ഷേത്രത്തിലേക്കും പോകണം. അപ്പോൾ അതിനായിട്ട് രാവിലെ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഞാൻ ആദ്യം ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു, കാരണം എനിക്കിതില്ലാതെ പറ്റില്ല. ട്രാവലിംഗ് എപ്പോഴും ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ക്ലോസ്ഡ് വെഹിക്കിൾസിൽ. അങ്ങനെ കറക്റ്റ് സമയത്തേക്ക് വണ്ടി വന്നു, പക്ഷെ ഞങ്ങൾ റെഡിയാവാൻ കുറച്ച് ലേറ്റായി. ദെൻ ആസ് യൂഷ്വൽ സൈഡ് സീറ്റിനുള്ള പോരായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം. എനിക്ക് വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും സൈഡ് സീറ്റ് വേണം. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെ 4 സൈഡ് സീറ്റിൽ 4 പേരായിട്ട് മാറി മാറിയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. ആദ്യം ബ്രദർ ഇൻലോയുടെ വീട്ടിലേക്ക് പോകണം, അവരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി അവരെ കൂടെ പിക്ക് ചെയ്തിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും അവർ റെഡി ആയിരുന്നു. അവിടെ കുട്ടികളെ 2 പേർക്കും ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലൊരാൾ ഇന്നലെ സ്കൂളിൽ നിന്നൊന്ന് വീണിട്ട് ആദ്യം കുറച്ച് നേരം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ യാത്ര തുടങ്ങിയപ്പം അങ്ങനെ പതിയെ പതിയെ ആളൊന്ന് സെറ്റായി എല്ലാവരോടും മിണ്ടാൻ തുടങ്ങി. അതുവരെ കുറച്ച് നേരം കരച്ചിലായിരുന്നു. പിന്നെ കരച്ചിൽ മാറ്റാനായിട്ട് വണ്ടിയിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചപ്പോൾ എല്ലാം ഓക്കെയായി. അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തി. അപ്പം അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് പതുക്കെ തൊഴുതു. ആക്ച്വലി വാവ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ റഷിൽ അമ്മയ്ക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും അതിന് 1 വീക്ക് ബിഫോറുള്ള സൺഡേ തന്നെയാണ് വരാറ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് മോളെപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് കൈപിടിച്ച് നടക്കുക. അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി കേട്ടു. അപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ചെറിയ ഹോട്ടലിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കറിയില്ല അമ്പലത്തിൽ തിരക്കില്ല, പക്ഷേ ഹോട്ടലിൽ എങ്ങനെയാണ് അത്ര തിരക്കുന്നത്. അപ്പോൾ കുറേ നേരമായി ഫുഡ് ഓർഡർ ചെയ്തത് വരാനായിട്ട്. കുറേ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ റോസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും റോസ്റ്റും എല്ലാവരും ഓരോ ചായയും മാത്രം കുടിച്ചു. അമ്പലത്തിൻ്റെ പരിസരത്ത് വേറെ ഹോട്ടലൊന്നുമില്ല, ആകെ ഇതൊരു ഹോട്ടൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് വരാനും ഒക്കെ വൈകി. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇനി പിന്നെ പോയത് അതിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെയും തിരക്കുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ അത് തെറ്റി. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക്. റോഡ് ഏകദേശം 1 കിലോമീറ്ററോളം ബ്ലോക്കായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറേ ദൂരം നടന്നു. അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അത്യാവശ്യത്തിന് ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ക്യൂവിൽ നിന്നിട്ടാണ് പോയത്. ദെൻ പോകുന്ന വഴിയൊക്കെ എന്തൊക്കെ തിരിച്ചു വരുമ്പോൾ വാങ്ങാനുള്ളത് നോക്കി വെച്ചു. ദെൻ കുറേ നേരം നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. അവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. ക്യൂ നിന്ന് തൊഴുതിറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ക്ഷീണമായി. ആക്ച്വലി ഇവിടെ നിന്നൊരു വടമാല കിട്ടും, പക്ഷെ അന്ന് നല്ല തിരക്കും പിന്നെ നേരത്തെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് അത് കിട്ടിയില്ല. ദെൻ പരിസരത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് ഓരോരുത്തർ ഓരോന്ന് വാങ്ങി. ഞാനൊരു കമ്മലും വാങ്ങി. ഞങ്ങൾ പുറപ്പെട്ടു. പിന്നെ പോയത് കുത്താമ്പള്ളിക്കാണ്. ആ ഏരിയയിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോയത്. ഞങ്ങൾ എപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും അവിടെ പോയിട്ടാണ് ഓണത്തിനുള്ള ഷോപ്പിംഗ് ചെയ്യാറ്. ഈ ഭാഗത്തേക്ക് വന്നവർക്കറിയാം, ഈ ഒരു ഏരിയ മൊത്തം തുണിക്കടകളാണ്. വീടുകളിലും ഒക്കെ സ്റ്റോൾ ഇട്ടിരിക്കുന്നത് കാണാം. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ആർട്ടിക്സ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു. പക്ഷെ അവിടെ റെഡിമെയ്ഡ്സും കുട്ടികളുടെ ഗാർമെന്റ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഈ കസവിൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സരവണ ഹാൻഡ്ലൂംസിലേക്കായിരുന്നു. ഇവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് കയറിയ കടകളിൽ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്നത് മൊത്തം അവരുടെ പുതിയ കളക്ഷൻസാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു സെറ്റ് സാരിയും അമ്മയെ ഒരു സെറ്റ് സാരിയും വാങ്ങിച്ചു. ദെൻ കുട്ടികൾക്ക് അതേപോലെ പട്ടുപാവാട, കസവിൻ്റെ തന്നെ ഡിസൈനുകളുള്ള പട്ടുപാവാടയും ഉണ്ടായിരുന്നു. കുർത്താ സെറ്റും പുതിയ ഡിസൈൻസ് കുറേ കണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വേറെയും കുറേ കടകളിൽ പോയി, പക്ഷെ ഒന്നും വിചാരിച്ച പോലെ അങ്ങനെ സെറ്റായില്ല. കുട്ടികൾക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ കുത്താമ്പള്ളി ജംഗ്ഷനിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് കുട്ടികൾക്കുള്ളത് കൂടുതലും കിട്ടിയത്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഷർട്ടുകൾ തന്നെ പുതിയ ഡിസൈൻസും പുതിയ ടൈപ്പൊക്കെ കണ്ടു. അപ്പോൾ കുട്ടികൾക്ക് മൊത്തം ഇവിടുന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിയായിരുന്നേ. ഭാഗ്യത്തിന് ഷോപ്പിലുള്ളവർ നല്ല സഹകരണമായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് മതിയാക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഞങ്ങൾ കയറി ഇറങ്ങുകയും ചെയ്തു. വലിയവർക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ മേടിക്കാൻ പറ്റിയില്ല. വാങ്ങിയതാകെ സെറ്റ് സാരി മാത്രമാണ്. കുട്ടികൾക്കാണ് ഇവിടെ നിന്ന് കൂടുതലും മേടിച്ചത്. ദെൻ അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഈ റെസ്റ്റോറൻ്റ് അല്ലാതെ നിങ്ങൾ കുത്താമ്പള്ളി ജംഗ്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ നാടൻ ഊണുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോകുന്നവർക്ക് കഴിക്കാം.
അപ്പോൾ ഞാൻ കാരണം ഇവിടെ ഈ ഒരു ഹോട്ടലാണ് കുറച്ച് വലുതായിട്ട് കണ്ടത്, അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് ഇരുന്നതും ഫുഡ് പെട്ടെന്ന് എത്തി. സോ അമ്മ മാത്രം മീൽസ് വാങ്ങിച്ചു, ബാക്കി എല്ലാവരും ബിരിയാണി തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തുമ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോൾ വരുന്ന വഴിക്ക് തൃപ്പാളൂർ പോയി ഏട്ടൻ്റെ ഫാമിലീനെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ വീടെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, വാങ്ങിച്ചതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്